നമസ്കാരം. ഇന്നലെ പെരുന്നാളൊക്കെ നമ്മളൊക്കെ ആഘോഷിച്ചു. പക്ഷേ ഇന്നലെ രാത്രി അതീവ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് പഞ്ചായത്തിൽ ഫോറസ്റ്റിൽ സംഭവിച്ചു. ഒരു അനന്തു എന്ന് പറഞ്ഞ 15 വയസ്സുള്ള ഒരു കുട്ടി അവൻ്റെ കൂട്ടുകാരും കൂടി മീൻ പിടിക്കാൻ പോയതാണ്. മീൻ പിടിക്കാൻ പോയി വരുമ്പോൾ പന്നിക്ക് വെച്ച കെണിയിൽ കുടുങ്ങി ഷോക്കേറ്റിട്ട് അനന്തു എന്ന് പറഞ്ഞ കുട്ടിയും മരണപ്പെട്ടു. ഒപ്പമുള്ള 2 കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ കുട്ടീൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിലെത്തിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഞാനിത് ഈ വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോഴേക്കും നമ്മുടെ വനം മന്ത്രി കോഴിക്കോട്ട് നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കാൻ വേണ്ടി ഇത് ക്രിയേറ്റ് ചെയ്തതെന്നാണ് സംശയമുണ്ട്. അയാൾ പറഞ്ഞ ന്യായം, ഈ വഴിക്കടവിൽ സംഭവിച്ചൊരു കാര്യം വഴിക്കടവിൽ നിലമ്പൂർ അറിഞ്ഞപ്പോൾ തന്നെ മലപ്പുറത്ത് പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ലേ മന്ത്രി ജീവിക്കണത്. അവിടെ നടക്കുന്ന ഒരു സംഭവം ആ മിനിറ്റിൽ വഴിക്കടവിൽ അറിയണം, അതേ നേരത്തെ തന്നെ മലപ്പുറത്ത് അറിയും. ഇപ്പം അതിനുള്ള സംവിധാനം സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയൊന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പാടില്ല മന്ത്രി. അതേപോലെ പ്രതിപക്ഷം ഗവൺമെൻറ് സ്പോൺസേർഡ് മർഡർ എന്നാണ് പറഞ്ഞത്, കൊലപാതകമാണെന്ന്. ആ കുട്ടി മരിച്ചിട്ട് ആ പഞ്ചായത്ത് മുഴുവനൊക്കെ അരച്ചിലും സഹപാഠികളും ഒക്കെ ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കണ നേരത്തെ ബോഡി വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇത്ര വൃത്തിയായിട്ട് പൊളിറ്റിക്സ് കളിക്കണത്. പ്രതിപക്ഷമായാലും കൊള്ളാം, ഭരണപക്ഷമായാലും കൊള്ളാം. ഇപ്പോൾ ഗോവിന്ദൻ പറയണത് സംശയമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മന്ത്രി വേറൊരു കാര്യം കൂടി പറഞ്ഞു, അത് CPM പ്രവർത്തകരെ അന്വേഷിക്കണം, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന്. ഇത് ശരിക്കും ഒരു സ്വകാര്യ വ്യക്തിൻ്റെ കൃഷി സംരക്ഷിക്കാൻ വെച്ച കെണിയല്ല. ഓക്കെ, ഇത് കാട്ടിലാണ് വെച്ചവനെ പിടിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞ ഇറച്ചിക്ക് വേണ്ടി പന്നിനൊക്കെ കെണി വെച്ച് പിടിക്കാനാണെന്ന്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ CPM പ്രവർത്തകർ വേണ്ടല്ലോ. വഴിക്കടവ് പോലീസ് വിചാരിച്ച 1 മണിക്കൂർ വേണ്ട. ഇവരന്വേഷിച്ച ഇവനിങ്ങനെ പന്നിനെ കെണി വെച്ച് പിടിക്കണ ആളാണോ, ഇങ്ങനെ ഇറച്ചി ആവശ്യത്തിന് ഇത് ചെയ്ത് ഇവൻ വിൽക്കണ ആളാണോ, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവൻ്റെ പൊളിറ്റിക്സൊക്കെ അറിയാൻ 1 മണിക്കൂർ പോരെ. അത് വേണ്ട. ഇവരപ്പം തന്നെ പ്രകടനം നടത്തി. അതായത് ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്, അതിൻ്റെ തേങ്ങലടക്കാൻ പറ്റാണ്ട് ദുഃഖം കടിച്ചമർത്തി നിൽക്കണ വീട്ടുകാരെ ഒക്കെ ഇതിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഈ നരാധമന്മാർ രാഷ്ട്രീയം ഒരു ഈ അസംബ്ലി ഇലക്ഷന് ജയിക്കാൻ വേണ്ടി വരെ എന്ത് അധമ പ്രവൃത്തിയും ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇത് വിവാദമാക്കുക. ആ മരിച്ച കുട്ടീൻ്റെ മുഖം ഒന്ന് ആലോചിച്ചൂടെ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നാട് ഒരുമിച്ച് നിന്ന് ഈ സംഭവം എങ്ങനെ ഉണ്ടായത്, ഇനി അത് ഉണ്ടാവാണ്ടിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. അല്ലാണ്ട് അവിടെ മുതലെടുപ്പ് ഗവൺമെൻറ് സ്പോൺസേഡാണ്. 2 കൂട്ടരും നന്ന്. ഇവന്മാർക്കൊക്കെ വോട്ട് കൊടുക്കണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കണം. ജനങ്ങൾ ചിന്തിക്കണം. 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തിയായിട്ട കളി ഇവർ കളിക്കും. ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയല്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഇലക്ഷന് ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി, പ്രചരണം കൊഴുപ്പിക്കാൻ വേണ്ടി ഒരു കുട്ടീനെ ബലി കൊടുത്തെന്നുള്ളതാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ പോലീസ് സംവിധാനമൊക്കെ എന്തിനുള്ള കാര്യം നിജസ്ഥിതി അറിയാണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു വിവാദത്തിന് തിരികൊളുത്തേണ്ട ആവശ്യം എന്താണ്? ഇയാളൊക്കെ മന്ത്രിസ്ഥാനത്ത് എന്തിനാണ് വെച്ചേക്കണത്? അതല്ല കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളല്ല പറയേണ്ടത്. ഈ വൈൽഡ് ആനിമൽസ് പ്രശ്നം ഉണ്ടാക്കേണ്ടതൊക്കെ ശരിയാണ്, അതിന് വനം മന്ത്രിക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഈ കെണി വെച്ചതും ഈ കുട്ടി മരണപ്പെട്ടതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഈ വെച്ചവനെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം അവൻ്റെ ഒപ്പമുള്ളൊരു കൂട്ടുകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വലിയ താമസമൊന്നുമില്ല. അതിനു മുമ്പ് ഇത്തരം വൃത്തികേട് ഇവർക്ക് 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കും ഇവർ. ആ കുട്ടീനെ ഓർത്ത് ആ കുട്ടീൻ്റെ വീട്ടുകാർക്ക് ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എന്നാലും ഇതിച്ചിരി കടും കൈയായിപ്പോയി. കഷ്ടം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. മലപ്പുറത്ത് പ്രകടനം നടത്തി. അവിടെ ഈ സംഭവം നടക്കുമ്പോൾ മലപ്പുറത്ത് പ്രകടനം നടത്തി എന്നാണ് ഇപ്പോൾ പറയണത്. പ്രകടനം നടത്തും. കാരണം ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാണ്ട് ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റിസർവ് ഫോറസ്റ്റിൽ പോയത് എന്തിനാണ്, മീൻ പിടിക്കാൻ പോയത് എന്തിനാണെന്നൊക്കെ മറുചോദ്യമൊക്കെ ഉണ്ടാവും രാത്രി സമയത്ത്.
പക്ഷെ ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ മീൻ പിടിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുട്ടികൾ വരവും പോക്കുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞിട്ട് അവിടെ കെണി വെച്ചത് എന്തുദ്ദേശത്തിനാണെന്നുള്ളത് അവനെ പിടിച്ചിട്ടുണ്ടല്ലോ. അവനോട് ചോദിച്ചാൽ അവനെ പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവൊക്കെ കിട്ടൂലേ. അതിനു മുമ്പ് ഈ മന്ത്രി ഇത്തരം വൃത്തിയായിട്ട് ഒരു മരിച്ച കുട്ടി, അവൻ്റെ സഹപാഠികൾ, ഞാനിങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളും നാട്ടുകാരൊക്കെ വിതുമ്പി കരഞ്ഞുള്ള ഒരു രംഗം. അത് ഇവന്മാരുടെ വൃത്തിയായിട്ട രാഷ്ട്രീയ മുതലെടുപ്പിന്, ഇടതുപക്ഷം ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, വളരെ മോശമായിപ്പോയി. മരണം ആഘോഷിക്കുകയല്ല വേണ്ടത്. ഇതെന്തോ ഒരു സന്തോഷം കിട്ടിയ പോലെ. ഒരു ടി വിക്കാരന് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനോട് ചോദിക്കണം ഇതിൻ്റെ പ്രതികരണം. അപ്പോൾ അയാൾ പറഞ്ഞെന്താണോ, ഞങ്ങൾ സമരത്തിനൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒപ്പമുള്ളത് നിന്ന് ചിരിച്ചു കൊടുക്കുകയാണ്. അതായത് തിരുവനന്തപുരത്ത് മേശയൊക്കെ ചവിട്ടി നിർത്തി അസംബ്ലിയിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ അവിടെ ഭരിക്കണത്. ഞങ്ങൾ പ്രശ്നത്തിനൊന്നും പോണില്ല എന്ന്. അപ്പോൾ ഇവൻ്റെ ഒപ്പം നിൽക്കണ ഒരുത്തനെ ഇങ്ങനെ പല്ലിളിച്ച് ചിരിച്ചു കൊടുക്കുക. ഒരു കാരണം കിട്ടിയുള്ള ഇവന്മാർക്കൊക്കെ രണ്ടു കൂട്ടരും നന്നാണ്. ഒന്ന് നായക്കാട്ടമാണെങ്കിൽ ഒന്ന് പൂച്ചക്കാട്ടമാണ് എൻ്റെ അഭിപ്രായം. അതാണ്, അതിൽ ഞാൻ ഉറച്ച് നിൽക്കും. നിലമ്പൂരുള്ള ജനങ്ങളൊന്ന് ചിന്തിക്കും, ഈ രണ്ട് കൂട്ടരെ വേണമെന്ന്. പിന്നെ അൻവറാള്, അയ്യോ ഞാനതിൽ ഇടപെടലില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.